ഡീലർഷിപ്പിൽ വെച്ചിട്ട് ഇവൻ കോർക്കാൻ വന്നായിരുന്നു. അപ്പൊ ചാർലി പറഞ്ഞ് ഇത് നമ്മുടെ ഫ്രണ്ട്ലി ഗ്യാങ് ആണ്, വണ്ടി ഒന്നും പിടിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിട്ടത്. ഇത് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. സത്യം ഒന്നാമൊരു ചൊറിയിലാണ് ഇവനെ തട്ടിക്കൊണ്ട് പോലടാ. ഇവനെ തട്ടിക്കൊണ്ട് ഒരു കൊന്നു കത്തിക്കാൻ എനിക്ക് അതിനുള്ള ദേഷ്യമുണ്ട്. എനിക്കുണ്ട് ചെറുതായിട്ട് ഒരുമാതിരി ഊക്കലാണ് സംസാരിക്കണം. നിന്റെ ക്ലാസ്സിൽ പറ്റിയ വണ്ടി ഇത് തന്നെയാടാ. ബോബോയെ എന്തോ നിനക്ക് ഇന്ന് ബോബോയെ അങ്ങ് കൊന്നു കത്തിക്കണം നിനക്ക്. എടാ അല്ല അവനിപ്പോ ചീത്ത പറഞ്ഞിട്ടില്ല, അവനിപ്പോ ചീത്ത പറഞ്ഞിട്ടില്ലേ? മാസമാണോ ചീത്ത? ഉണ്ടോടാ മയിലേ ഉണ്ടോ? അന്ന വന്നാവോ എന്റെ ദൈവമേ. ആര് വന്നോന്നാരി? നിന്റെ കുഞ്ഞമ്മ വന്നോന്ന്. ഇതെന്താ മീൻ വണ്ടിയൊക്കെ? ഇതല്ലേ ബോബോയ്? ബോബോയുടെ വണ്ടി എന്തേ? എന്റെ വണ്ടിയാടാ. ബാക്കിയുള്ള വണ്ടി വെച്ചാൽ മീൻ വണ്ടി കിടക്കൊണ്ട് കേട്ടാ. മറ്റേ ടോമാഞ്ചറിൽ ടോമിന്റെ ഒരു വണ്ടി ഇരിക്കത്തില്ലേ നീല, ടോമാഞ്ചറിയുടെ റേസിംഗ് സീരീസ് ടോമിന്റെ ഒരു വണ്ടി ഇരിക്കുന്നത് അതേ കിടക്കൊണ്ട് കേട്ടാ. വിളിക്കണേ. എന്താടാ 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 ഹലോ കണ്ണാപ്പിയേ. ഓ പറയണേ. എന്നിട്ട് ഒരു മെനയില്ലല്ലോടെ. നീ അലോയ് ഒന്ന് മാറ്റ, അലോയ് ഒന്ന് മാറ്റണം. അവരാതി അലോയ് മാറ്റ. അലോയ് എന്തിനിത്? അലോയ്ക്ക് എന്താ ഇപ്പം? ആ നല്ലല്ലേ നല്ലല്ലേ. കളറാക്ക്, ഗ്രേ കളർ നല്ലായിരിക്കും, സെറ്റായിരിക്കും. ഇത് എന്റെ വണ്ടിയല്ലേ? നല്ല വണ്ടി, നല്ല കളർ. ഞാൻ പറയണ നല്ല കളർ കളറല്ലേ അടിക്കുന്നേ? അല്ല അല്ല, കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് ഇത്ര രസം മതി. അപ്പൊ കൊഴപ്പില്ല. ഇച്ചിരി വെള്ളമാണേ. അരപ്പിരി അരപ്പിരിയ പോയടാ കൊടറേ. എത്ര നേരമാന്ന് വെച്ചാടാ അതിന്റെ അകത്ത്? മച്ചാന്റെ പേരെന്താ? എന്റെ പേര് കണ്ണാപ്പി. എന്തുപറ്റി? ചോദിച്ചാണേ. ഒന്നുമില്ലടാ, മടുപ്പാടേ. മടുപ്പാ? അതല്ല, കളർ മാറ്റുന്ന എവിടെയാടാ? ഞാൻ പറഞ്ഞ ബ്രോ ടയറിന്റെ കളർ മാറ്റാൻ പറഞ്ഞ പറഞ്ഞിട്ട് എന്നൊരു അതല്ല ഡീലർഷിപ്പിൽ വെച്ചിട്ട് ഇവൻ കോർക്കാൻ വന്നായിരുന്നു. അപ്പൊ ചാർലി പറഞ്ഞ് ഇത് നമ്മുടെ ഫ്രണ്ട്ലി ഗ്യാങ് ആണ്, വണ്ടി ഒന്നും പിടിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിട്ടത്. ഇത് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. സത്യം ഒന്നാമൊരു ചൊറിയിലാണ് ഇവനെ തട്ടിക്കൊണ്ട് പോലടാ. ഇവനെ തട്ടിക്കൊണ്ട് ഒരു കൊന്നു കത്തിക്കാൻ എനിക്ക് അതിനുള്ള ദേഷ്യമുണ്ട്. എനിക്കുണ്ട് ചെറുതായിട്ട് ഒരുമാതിരി ഊക്കലാണ് സംസാരിക്കണം. എടാ ഊക്കണേന്റെ ഇവ ഞാൻ വെറുതെ നിക്കായിരുന്നടാ. എന്ന് വെച്ചാ ഒരുത്തി റോഡി കിടക്കണ്, ഇവരുടെ കൂടെ വന്ന് വരുത്തിയ. അപ്പൊ അത് മറ്റേ മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു വഴിന്ന് ഞാൻ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞ ഒരു മോട്ട എന്താന്നറിയോ, വെറുതെ ഒന്ന് ഇതാക്കാന്ന രീതിയിലൊക്കെ നമുക്ക് പൊളിയാണ് വർത്താനം ഇറക്കുന്നത്. വിടടാ, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. പിന്നെ ഞാൻ ചാർലിയുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ഫ്രണ്ട്ലി ഇതാണ്, വിട്ടുകള വേണ്ട പറഞ്ഞു. എന്തോന്ന് ഫ്രണ്ട്ലി. മച്ചാനെ ഹലോ. ഹലോ, 1,00,000 കാണാവോ ക്യാഷ് ആയിട്ട്? ഓ ഇല്ല ബ്രോ, ഇല്ലല്ലോ 1,00,000 ഇല്ല ബ്രോ. ഇല്ലേ? ഹെൽത്തി ഹെൽത്തി. നിങ്ങടെ വന്നേ നിനക്ക് 1,00,000 എന്റെ അടുത്ത് ചോദിച്ചാ പോരെ, ഞാൻ തരില്ലേ? ഹലോ, ദൈവമാണോ? ദൈവം പറഞ്ഞോ. അതേ വന്നു വരുമോ? അല്ല ഞാൻ എത്തി.
ബോബോയേ. പറഞ്ഞോ ബ്രോ. ബ്രോ ഇത് സേഫ് സോൺ ആണോ? പിന്നെ ബ്രോ പിന്നെ ബ്രോ ഒരു ഇത് ചെയ്യാനായിട്ടായിരുന്നു ബ്രോ. ഒന്ന് ഇങ്ങോട്ട് വരുമോ? ദൈവം ഇങ്ങോട്ട് വരുമോ? ദൈവം ഇങ്ങോട്ട് വരുമോ? ഓക്കെ. ഹലോ. താഴോട്ടൊന്നിറങ്ങോ. പ്രത്യക്ഷപ്പെടും ദൈവമേ. ദൈവമേ സംഭവം എന്താ വെച്ചാലേ ഒരാൾക്ക് ഒരു വണ്ടി ഗിഫ്റ്റ് കൊടുക്കണം, മനസ്സിലായോ? അപ്പം അത് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം, മനസ്സിലായ? സർപ്രൈസ് ആയിട്ട് കൊടുക്കണം. അപ്പൊ അതിന് ദൈവം മനസ്സിലായി. ഡീലർഷിപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. ദൈവം എവിടെ സർപ്രൈസ് ആയിട്ട് വിളിച്ചാ വരുമോ? നമ്പർ തരുമോ എന്റെ അടുത്ത്? മറ്റേ പോർഷ കാറ്. കുട്ട, ഞാൻ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കില്ല, അത് കഴിഞ്ഞിട്ട് സംസാരിച്ചോണ്ട്. ഒരു മാനേഴ്സ് വേണ്ടേ? ഒരു വണ്ടി വേണമായിരുന്നതാ. ചെയ്യാനൊക്കെയാന്ന് പറ. സോറി മച്ചാനേ. നിന്റെ ക്ലാസ്സിന് പറ്റിയ വണ്ടി ഇത് തന്നെയാടാ. എന്റെ അതൊന്നാമതൊരു ലൂക്കലാണല്ലേ മച്ചാനെ. ദൈവം ഇങ്ങോട്ടോ. ദൈവം മാത്രം കേട്ടാ. ലോറ വേറെ കാര്യം ലോറ ഒരു കാര്യം സെറ്റ് ചെയ്യാൻ. ഇത് എന്റെ മൈക്ക് എന്തോ ഒരു പ്രശ്നം. ശബ്ദം ഒന്ന് പോ. അപ്പം ലോറ ലോറയല്ല ദൈവം ഇവൾക്കാണ് കൊടുക്കണ്ടത്. അപ്പൊ സർപ്രൈസ് ആയിട്ട് എവിടെയെങ്കിലും ആ വണ്ടി ഒന്ന് പിങ്ക് കളറാക്കി സ്പോൺ ചെയ്തിട്ടാലും മതി. ഏത് വണ്ടിയാ? പോർഷ ഇല്ലേ മറ്റേ സിറ്റിയിലെ? ഇപ്പൊ മറ്റേ 15 കോടിക്ക് ഞാൻ 15 കോടി കൈ തരാം. അല്ലല്ല, അത് ഞാൻ വണ്ടി സ്പോൺ ചെയ്ത് തരാം. എന്നിട്ട് ടെസ്റ്റ് വണ്ടി. ഹലോ, ഒരു മിനിറ്റ്. ഓക്കെ. എടാ പയ്യന്മാരെ റെഡി ആയിരുന്നോണേ. ഇവിടെ മിക്കവാറും ഒരു വള്ളി ഉണ്ടാവും കേട്ടാ. ഞാൻ വണ്ടി സ്പോൺ ചെയ്ത് തരാം. എന്നിട്ട് കേക്കാവോ? ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. അല്ലല്ല, വണ്ടി സ്പോൺ ചെയ്ത് വിളിക്കാൻ വരാം. എന്നിട്ട് വണ്ടി സ്പോൺ ചെയ്ത് തരാം, കളർ മാറ്റി തരാം. ഓക്കെ. എന്നിട്ട് കുറച്ച് ടെസ്റ്റ് ഡ്രൈവോ കറങ്ങാനൊക്കെ പോയിട്ട് അതിനുശേഷം വാങ്ങിച്ചു കൊടുത്തത്. ഓക്കെ, പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ മതി. ഓ അങ്ങനെ. അല്ല, ജസ്റ്റ് ഒരു ഇതുപോലെ കൊടുത്താ മതി അല്ലേ? മനസ്സിലായോ? ജസ്റ്റ് കാണിക്കുന്ന പോലെ അല്ലേ? ശരി. പൈസ കൊടുക്കാൻ പറഞ്ഞ അവരോട് നിൽക്കുന്നു. ആണോ? എടാ ഞാൻ പറയാം. ഇല്ല സിറ്റിസൺ വള്ളിയാടാ. അല്ല വേറൊന്നും അല്ലടാ. അവന്മാർക്ക് ഇച്ചിരി ബോബോയെ അവന്മാർക്ക് കൊണ്ടുപോകണോന്ന്. ബോബോയെ പറ്റുവാണെ നമ്മുടെ വണ്ടി റിപ്പയർ ചെയ്ത് നിർത്തോട്ടോ. നീ മേടിച്ച മറ്റേ നീ നേരത്തെ സംസാരിച്ച 2 താടികളില്ലേ, നിന്നെ തട്ടിക്കൊണ്ട് പോയി അടിച്ചു കൊന്ന് കത്തിക്കാനായിട്ടിരിക്കുക. ഈ വണ്ടി പണിതിട്ട് കൊടുക്കാം. 2,87,57,500,000 രൂപ. അതെങ്ങനെ തരുന്നേ? കയ്യില് നിനക്കോ? ബാങ്കി കൊടുത്താ മതി. ബാങ്കി തന്നാ മതി. 2 കോടി 2,87,55,000 രൂപ. അത്രത്തോളം ആയല്ലേ? എന്നെ തട്ടിക്കൊണ്ട് ഫോൺ ഓണാക്ക്. ഞാനെങ്ങനെ ഫോൺ ഓണാക്കണേ? വണ്ടിന്ന് ഇറങ്ങിട്ട് ഫോൺ ഓണാക്ക്. അണ്ണാബി വണ്ടിന്ന് ഇറങ്ങാൻ എങ്ങനെയാ? ഇതിപ്പോ ലോറയുടെ വണ്ടിന്ന് ഇറങ്ങി പണിതത് പോവില്ലേ? ലോറയ്ക്ക് കാണിക്കുന്നുണ്ടോ? എടാ അല്ല, ഫോൺ എടുക്കാൻ പറ്റത്തില്ല. ഇവനെ ഇനി ഞാൻ കൊല്ലേണ്ടി വരുമല്ലോ. ഇതിപ്പോ ഞാൻ എങ്ങനെ തരും നിനക്ക്? കണ്ണാപ്പി, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ. അവസാന പൈസ ഞാനും പറഞ്ഞല്ലേ. നിന്റെ നമ്പർ അറിയാലോ? എനിക്കറിയില്ല. എടാ നമ്പർ പോലും അറിഞ്ഞൂടെ നിന്റെ? നീ യെല്ലോ പേജിൽ പോസ്റ്റ് ഇട്ടുണ്ടോ? നിന്റെ എന്റെ നമ്പർ ഇല്ലേ? എന്റെ നമ്പർ ഇല്ലേ? ലോറ എന്റെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്ത ലോറ കണ്ണാപ്പിക്ക്. നമ്പർ അങ്ങനെ. ഓ, അങ്ങൊരു ഉപകാരം ഉണ്ടായല്ലോ. നിന്നെ കൊണ്ട് അതുപോലെ ഇല്ലല്ലോ. 91 32 32 25 25 25 40 40.
ഓക്കെ. തിന്നില്ല നടക്കൂ ഇത്. 2,60,00,000 അല്ലേ? 2,87,57,500 രൂപ. 2 കോടി. ചുണ്ണാവണ്ടിക്ക് 2 കോടി എന്നൊക്കെ പറഞ്ഞു. അതൊരു വന്നിട്ടുണ്ട് പൈസ. എടാ ഇല്ല എനിക്ക് വന്നില്ല എന്നൊക്കെയാടാ ഇവര് പറയുന്ന അണ്ണാപ്പി. ഫോൺ ഓണാക്ക്. കോടി ബില്ല് കൊടുടാ, അക്കൗണ്ട് നോക്കടാ മേളില്. എടാ കണ്ണാപ്പി അത് പറ്റുന്നില്ലടാ. ഇനി പൈസ വേണോ? ഹലോ ഹലോ. ആ പൈസ പിടിച്ച്. ഓക്കെ ഇനി ഞാൻ ദൈവത്തിനെ അങ്ങോട്ട് വിടുവേ. ആരാ? ദൈവം നിന്റെ വണ്ടി ഏൽപ്പിക്കും. ആ വണ്ടി എന്നിട്ട് നീ ഒരു കിടില ലൊക്കേഷനിൽ പോയി എന്നിട്ട് ഒരു പാട്ടൊക്കെ ഇട്ട് തന്നാ മതി. ഓക്കെ വെയിറ്റ്. ആ വണ്ടി ഒന്ന് വേണ്ട തരുമോ? സോറി. ബ്രോ ഗ്യാങ് ആണോ? ആരാടാ എന്നെ തട്ടിക്കൊണ്ട് പോകാൻ അങ്ങ് നിക്കുന്നേ? ബ്രോ ഞാനേ പറയട്ടെ ബ്രോ, എടുത്തു നോക്കടാ. ഫ്രണ്ട്ലി ഗ്യാങ് ഒക്കെ ശരിയാ ബ്രോ. എടാ നീയൊക്കെ പറയുന്നേ കേട്ടറാ, ഷൗട്ട് ഇട്ടാ നീയൊക്കെ സംസാരിച്ച് ദൂരെ വരെ കേക്കാം. ദൂരെ വരെ നോക്ക് നീ. ഞാനാ ബോബോയെ എന്തോ നിനക്ക് എന്തോ ബോബോയെ അങ്ങ് കൊന്നു കത്തിക്കണോ നിനക്ക്? എടാ നീ അങ്ങ് ഉടുക്കും നീ. ഇത് ബോബോയായിരുന്നല്ലേ? ഓ അറിയില്ല, അവന്റെ സംസാരം കേട്ട് നിനക്ക് അങ്ങ് ചൊറിഞ്ഞു വരുന്നത്. നീ എന്താടാ ആദ്യം നീ അന്യം കളിക്കുന്ന അമ്പി കളിക്കുന്നത്? ഇതൊക്കെയാണ് പറഞ്ഞത്. നേരെ നിൽക്കുമ്പോ അണ്ണാന്ന് വിളിക്കും, തിരിഞ്ഞു പോകുമ്പോ കുണ്ണാന്ന് വിളിക്കുമെന്ന്. അടാ പോയെ ഞാനാണ് സംസാരിച്ചത്, മറ്റവനാണ് സംസാരിച്ചത്. അവനോട് നോക്കി കേട്ടാ. എടാ നീ തന്നെ താടി. എന്നിട്ട് നീ രണ്ടാമത് അവൻ എന്റെ അടുത്ത് പൈസ വെക്കാൻ വന്നപ്പോ നീ എന്താ പറഞ്ഞേ? നിനക്ക് പൈസ വേണം ഞാൻ തരത്തില്ല, കണ്ടവന്മാരുടെ അടുത്തൊക്കെ എന്തിനാ? എന്നിട്ട് നീ എന്താ പറഞ്ഞ? അവന്റെ മോന്ത കണ്ടോ? അവന്റെ മോന്ത കാണുമ്പോ എടുത്തിട്ട് അവനെ കൊടുക്കാൻ തോന്നുന്നു. നിന്റെ മോന്ത എങ്ങനെ ഇരിക്കുന്ന അറിയോ? പുൽപ്പട്ടിയില്ലേ, പുൽപ്പട്ടി കറുത്ത കളർ അടിച്ച പോലെ നിന്റെ മോഹം ഇരിക്കുന്നത്. കേട്ടോടാ. അവൻ മറ്റേ ഷിറ്റ്സു പട്ടിയുടെ പോലെ തലയിൽ പാല് വെച്ച്. നീ ആരാടാ? നീ ഫോട്ടോ ഇട്ട് നമ്മുടെ ഗ്യാങ്സിലെ പട്ടിയാണ് ഇറങ്ങി ഓടി. നീ ഒന്ന് വന്ന് കൂട്ടി ഒന്ന് കിടക്കോടാ കുറച്ച് ദിവസത്തേക്ക്. കുറച്ച് ദിവസം നീ ഒന്ന് കൂട്ടി ഒന്ന് കിടക്കോ. വാടാ പോയി വാടാ. ഈ തീട്ടത്തിനോട് സംസാരിച്ചതിന്റെ കാര്യമില്ല. എന്താടാ ചീത്ത വിളിക്കുന്ന എന്തിനാടാ? എന്തിനാ നിനക്കൊക്കെ എന്താടാ സുഖം? എടാ നീ പറയുന്ന നിന്നോട് നമ്മൾ മോശമായിട്ടില്ല പറഞ്ഞോ? നീ മാറി ഇന്ന് മറ്റേ അയൽക്കൂട്ടം അമ്മായിമാരിന്ന് പറയുന്ന പോലെ അവനിപ്പോ ചീത്ത പറഞ്ഞിട്ടില്ലടാ. അവനിപ്പോ ചീത്ത പറഞ്ഞിട്ടില്ലേ? മാസാണോ ചീത്ത? ഇല്ല ഞാൻ ചീത്ത കേട്ടില്ല. കേട്ടില്ലേ? മയിലുണ്ടാക്കിയവന്മാര് വരുമെന്ന്. അവന്റെ മാസാണോ മച്ചു തെറി വിളിക്കേണ്ട എന്താ ആവശ്യമുണ്ട്? വെച്ചു തെറി വിളിക്കുന്നത് എന്തിനാണോ വെച്ചു? അത് നമ്മള് നൈസായിട്ടല്ലേ മച്ചു ഡീൽ ചെയ്തത്. ഉണ്ടോടാ മയിലേ? ഉണ്ടോ? തെറി വിളിക്കേണ്ട ആവശ്യമുണ്ടോ? നിന്റെ പേരാണ് വിളിച്ചത്, വിളിക്കേണ്ട ആവശ്യമുണ്ടോ? മോനെ പോയിട്ട് വരാം. നല്ല രീതി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാ TV ഗ്യാങ്സിലെ കൂട്ടില് നിനക്ക് പട്ടിയായിട്ടൊരു ജോലി തരാം. കേട്ടോടാ, പോയിട്ട് വരാം. അവന്റെ ഹലോ അത് P40 മറ്റേ കസ്റ്റംസിലുള്ള ഏതോ ഒരു പയ്യനാന്ന് തോന്നുന്നു. കസ്റ്റംസ് ആണെന്ന് അറിഞ്ഞൂടാ. അവനേതോ ഒരു തീട്ട കണ്ടി. മൈൻഡ് ചെയ്യണ്ട. അവനെ മറ്റേ ഫ്രണ്ടിൽ നിൽക്കുമ്പോ അണ്ണാന്നും തിരിഞ്ഞു പോകുമ്പോ കുണ്ണാന്നും വിളിക്കുന്നിടത്തെ. ഓക്കെ